മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ രാവിലെ എണീറ്റു ഗൈസ്. രാവിലെ എണീറ്റ് നടക്കാനായിട്ട് ഇറങ്ങി. ഇതാണ് നമ്മളെ ഏരിയ. നമ്മളെ മെസ്സിയും അർജന്റീനയുടെ ഒക്കെ ഫ്ലെക്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഗൈസ്. ഫിഫ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ, നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയ ഏരിയ. തൊട്ടടുത്ത് ചായക്കട. ഇതാണ് എൻ്റെ ഹോം. അപ്പം ഇതിലേക്കൂടെയാണ് ഗൈസ് ഞാൻ നടക്കുന്നത്. കൊള്ളാമല്ലേ? രാവിലെ നല്ല മഴയാണ്. രാവിലെ വെളുപ്പിനെ ഞാൻ നടക്കാനായിട്ട് ഇറങ്ങി ഗൈസ്. ആൾക്കാരൊക്കെ ഓടുന്നുണ്ടോ? സൈക്കിൾ ഓട്ടുന്നു. നല്ലൊരു ക്ലൈമറ്റാണ് ഗൈസ്. ഫീൽ ഗുഡ് ക്ലൈമറ്റ്. ആൾക്കാരൊക്കെ എക്സസൈസ് ചെയ്യുന്നു. നമ്മളെ സ്ഥിരം പ്ലേസ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗ്ലോയി. അപ്പം നമ്മൾ ചേട്ടൻ നിന്ന്, അപ്പം ചേട്ടൻ ചോദിച്ചു എന്താ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു ബ്ലോഗിങ് എന്ന് ഗൈസ്. ഓട്ടോ സ്റ്റാൻഡ് കിടക്കുന്നുണ്ടോ? ചേട്ടന്മാരെ കിടക്കുന്നുണ്ടോ? അപ്പം നമ്മളെ ഒരു ആൾ സൈക്കിൾ ചവിട്ടി വരുന്നു. വാക്കിംഗ് എത്താണ് രാവിലെ. നല്ലൊരു മോർണിംഗ് ആണ് ഗൈസ്. ഞാൻ രാവിലെ എണീറ്റ് നടക്കാൻ ഇറങ്ങിയപ്പം എനിക്ക് കിട്ടിയ കുറച്ച് വിഷ്വലൈസേഷൻ ആണ്. ഇങ്ങനത്തെ ബ്ലോഗൊക്കെ എടുത്തിട്ട് കുറേ ആയി ഗൈസ്. ഒരു 1 ഇയറൊക്കെ ആയി ഗൈസ് ഇങ്ങനത്തെ ബ്ലോഗൊക്കെ എടുത്തിട്ട്. ഇനിയൊരു ട്രിപ്പൊക്കെ പോകുന്ന ആഗ്രഹമുണ്ട് ഗൈസ്. നടക്കാൻ അറിയത്തില്ല, ഞാൻ പോവും എന്തായാലും. അപ്പം നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് ഗൈസ് ഞാൻ നടക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗൈസ്. ഇതൊക്കെയാണ് നമ്മളെ പ്ലേസ്. നമുക്കിപ്പം എന്താ പറയുക, മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് മാറിക്കിടക്കായിരുന്നു ഗൈസ്. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാർത്തിക് സൂര്യയുടെ ഒരു സിറ്റുവേഷനാണ് എനിക്ക്. ഫുൾ മടിയാണ്. അപ്പോൾ ആ മടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി. എപ്പോഴും വിചാരിക്കും ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങണമെന്ന് ഗൈസ്, പക്ഷെ പറ്റാറില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇവിടെ നിന്നാണ് ഞാൻ കാണിച്ചത്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് കാണിച്ചത്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഈ ഏരിയ ഒന്ന് കവർ ചെയ്യാം. എന്താ പറയുന്നത് ഗൈസ്? അപ്പോൾ ഇത് നമ്മളെ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഗൈസ്. ഒരുപാട് വണ്ടി യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്ന വണ്ടിയാണ് ഗൈസ് ആ പോകുന്നത്. പിന്നെ നല്ല അടിപൊളി ഒരു ഇന്നോവ കാർ വരുന്നുണ്ട് ഗൈസ്. അപ്പം ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അപ്പോൾ നമ്മൾ ചേട്ടന് ഒരു ഹായോടത്തെയാണ്. അപ്പോൾ ഇത് നമ്മളെ ആർട്ട് എന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ്ങും ഒക്കെ സംഭവമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആർട്ട്. അതാണ് ഇവിടെ ഗൈസ് പഠിപ്പിക്കും. ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നാൽ മതി. ഇത് കൊല്ലം ആശ്രാമം റൂട്ടാണ്. ഇവിടെ ഒരു അടുത്തൊരു കടയുണ്ട്, അതിന് മെയിനായിട്ടാണ് ആർട്ട് പഠിപ്പിക്കുന്നത്. ഇതാണ് ആ സ്ഥാപനം. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഗുഡ് ഫീൽ ടച്ചിങ് കിട്ടുന്ന ഒക്കെ വേണ്ട ഗൈസ്. അപ്പം നാളെ എനിക്ക് കുറച്ച് ഷോട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട് ഗൈസ്. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ് യൂട്യൂബിൽ. അപ്പം
ഇതാണ് നമ്മൾ കൊല്ലം KMK. പണ്ടത്തെ സുപ്രീമായിരുന്നു കേസ്. അപ്പം നമുക്ക് രാവിലെ എണീറ്റ് നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയ ഒരു നല്ലൊരു വൈബ് കിട്ടും ഗൈസ്. ഒരു കിടിലം കാച്ചി വൈബാണ് ഗൈസ് കിട്ടുന്നത്. പിന്നെ എന്നെ കാണണ്ടേ ഗൈസ് നിങ്ങൾക്ക്? ഇതാണ് ഞാൻ രാവിലെ നടക്കാനിറങ്ങിയ നിങ്ങളെ സ്വന്തം ലൈഫ് ഈസ് എ ഹാപ്പി സ്റ്റോറിയുടെ സഹദ് ബിനു ആണ് ഞാൻ. എൻ്റെ പേര് റിയൽ നെയിം സഹദ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നടക്കാനൊക്കെ ഇറങ്ങി. ഇതാണ് ആസാം ജില്ലയുടെ മനോഹാരിത. ഞാൻ ഇച്ചിരി സൂം ചെയ്ത് വെച്ചു. ഇതാണ് നമ്മളെ ഒരു ആശ്രമം ഏരിയ. അടിപൊളിയില്ലേ? അപ്പം ഒരു കൊച്ചു ബേബി സവാരി ചെയ്തിരുന്ന ഒരു ബേബി ഇട്ടിരിക്കുന്നുണ്ട് ഒരു അമ്മയുടെ കൂടെ. വാവ്, പോക്കി ബേബി. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി അങ്ങ് ഒരു 1.5 ബ്ലോഗിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് രാവിലെ ഇൻഷാ അള്ളാ ഞാൻ രാവിലെ എണീറ്റ് നടക്കാനാകും. ഓ, എന്താ രസമുണ്ട് ഗൈസ്. നമ്മളാ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അത് കാണും. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പൊക്കെ തുടങ്ങിയിരിക്കുന്നല്ലേ ഗൈസ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കിട്ടിയില്ല സംഭവം കാണിച്ചു തരാം ഗൈസ് ഞാൻ നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ മറ്റേ ഗൾഫ് മോഡൽ മുട്ടായൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് ആ ഷോപ്പ്. ഇതാണ് ആ ഷോപ്പ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ശേഷമാണ് ഭയ വരുന്നില്ലല്ലോ. പിക്ചർ അതാണ് സംഭവം. പിക്ചറൈസേഷനാണ്. ഇതാണ് ആ ഷോപ്പ് ഗൈസ്. ഇപ്പം എല്ലാവിധ മുട്ടായും കിട്ടും. അയ്യോ, 2 സിംഹങ്ങൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. പണ്ടേ ഉള്ള ഇവിടെ. ഗുഡ് മോർണിംഗ് അപ്പൂപ്പ. അപ്പം മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗൈസ്. ഭയങ്കര ജാഡിട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ എന്താ പറയുക, ആവശ്യമില്ലാത്ത ടോക്കിംഗ് ആയിപ്പോയി. നമ്മളെ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഗൈസ്. എല്ലാ ടീംസും ഉണ്ട് ഗൈസ്. എല്ലാവർക്കും ഈ വർഷത്തെ ഫിഫയിൽ അഭിനന്ദനങ്ങൾ ഗൈസ്. എല്ലാ ഫുട്ബോൾ കളിക്കുന്ന താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. അപ്പം നല്ലൊരു ഇപ്പം ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ കാണണ്ടേ ഗൈസ് നിങ്ങൾക്ക്? ഇതാണ് ഫുള്ളായിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് മുയൽ. അയ്യോ, കുറേ പട്ടികൾ ഓടി വരുന്നുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ, എന്നെ ഒട്ടിച്ചിട്ട് കഴിക്കുമോ? അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കൊല്ലം ആശ്രമത്തെ വിശേഷങ്ങൾ ഗൈസ്. അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഗൈസ്. മറ്റൊരു സ്ഥലം, നമുക്ക് ആ സ്ഥലത്തോട്ടൊന്ന് പോയാലോ? നമുക്കതിലാണ് നല്ല ക്ലൈമറ്റ് ഗൈസ്. ഞാൻ നടന്ന് ഉടമ്പരത്തിയിട്ട് നല്ല വൈബ് അടിച്ചു ഗൈസ്. നല്ല പോസിറ്റീവ്. ഇതാണ് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ആശ്രമം മൈതാനം. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. കാലി കമ്പ് കുടിക്കുന്നു ഗൈസ്. അപ്പം നമ്മളെ ആശ്രമം ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പം ബ്യൂട്ടിഫുൾ മോർണിംഗ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാണിച്ചത് ഗൈസ്. ഭയങ്കര ശൂന്യമായിട്ട് കിടക്കുന്നു ഗൈസ്. ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിൽ കുറവാണ്. അതിങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പണ്ട് ഒരു മന്ത്രി വന്നപ്പം കെട്ടിയിട്ടാണ് ഗൈസ്. ഇത് പേരെനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ്.
അപ്പം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഗേസ്. ബ്യൂട്ടിഫുൾ അല്ല പക്ഷെ ബ്യൂട്ടിഫുൾ. ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പുതിയ പുതിയ ലാംഗ്വേജ് ഒക്കെ കയറുകയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഗേസ്. അപ്പം നമ്മളെ ചേട്ടന്മാരൊക്കെ ഇരുന്ന് യോഗ ചെയ്യുന്ന കണ്ടോ ഗേസ്. അപ്പം അടിപൊളി ഒരു മോർണിംഗ് ആണ് ഗേസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട്. ബൈ.